നമ്മളൊരു കാര്യത്തെക്കുറിച്ചൊരു അഭിപ്രായം ഇംഗ്ലീഷിൽ പറയേണ്ടി വന്നാൽ നമ്മൾ മിക്കവാറും അത് പറഞ്ഞു തുടങ്ങുന്നത് ഐ തിങ്ക് എന്ന് പറഞ്ഞായിരിക്കും. ശരിയല്ലേ? ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹൗസ്, ഐ തിങ്ക് ദ ട്രെയിൻ ഇസ് ലേറ്റ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ പറയുക. അപ്പോൾ ഈ ഐ തിങ്ക് എന്നതിന് പകരം വേറെ ഏതെല്ലാം ഫ്രേസസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഒരു അഭിപ്രായം ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഫോമലും ഇൻഫോമലുമായിട്ടുള്ള ഒരുപാട് തരം എക്സ്പ്രഷൻസ് ഞാൻ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. മാത്രമല്ല ഇൻ്റർവ്യൂസിലൊക്കെയുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസിനും അതുപോലെ IELTSനൊക്കെയുള്ള സ്പീക്കിംഗ് ടെസ്റ്റ് ഉണ്ടല്ലോ, അവിടെയുമെല്ലാം ഈ ഫ്രേസസ് നിങ്ങളെ സഹായിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ലെസൺ തുടങ്ങാം. ഏറ്റവും ഈസി ആയത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഐ തിങ്കിന് പകരം അതേപോലെ തന്നെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന രണ്ട് ഫ്രേസസ് ആണ് ഐ ബിലീവ്, ഐ ഫീൽ. ഇവിടെ ഐ ബിലീവ് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു, നമ്മൾ കരുതുന്നു എന്നൊക്കെയാണ്. ഐ ബിലീവ് ഷീ ഈസ് റൈറ്റ്, അവളാണ് ശരി എന്ന് ഞാൻ കരുതുന്നു. ഐ ഫീൽ യു ഷുഡ് ഹാവ് സീൻ എ ഡോക്ടർ, നിങ്ങളൊരു ഡോക്ടറെ കാണണമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു എന്ന് ഞാൻ കരുതുന്നു എന്നർത്ഥം. ഇനി ഈ പറഞ്ഞ അഭിപ്രായം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കണമെങ്കിൽ അവിടെ ചില വാക്കുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. നോക്കൂ, ഐ സ്ട്രോങ്ലി ബിലീവ് ഷീ ഈസ് റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ അഭിപ്രായത്തിന് കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുകയാണ് ചെയ്തത്. അതുപോലെ ഐ ട്രൂലി ഫീൽ സംതിങ് ഈസ് റോങ്, എന്തോ പെശകുണ്ടെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നു. ഐ ട്രൂലി ഫീൽ അല്ലെങ്കിൽ ഐ റിയലി ഫീൽ എന്നും പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചേർത്ത ഈ വാക്കുകളുണ്ടല്ലോ, സ്ട്രോങ്ലി, ട്രൂലി, റിയലി, ഇതൊക്കെ ആഡ്വേർബ്സ് ആണ്. അപ്പോൾ ഈ വാക്കുകൾ ചേർത്തപ്പോൾ നമ്മുടെ അഭിപ്രായം കുറച്ചുകൂടെ ശക്തമാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് നോക്കൂ, ഐ എം അബ്സല്യൂട്ട്ലി കൺവിൻസ്ഡ് ദാറ്റ് ഷി ഡിഡ് ഹെർ ബെസ്റ്റ്, അവൾ അവളുടെ മാക്സിമം ചെയ്തു എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ അഭിപ്രായം വളരെ ശക്തമായ രീതിയിൽ പറയുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ അത് നമുക്ക് അത്ര ഉറപ്പാണെങ്കിൽ അവിടെ നമ്മൾ ഐ തിങ്ക് എന്നോ ഐ ഫീൽ എന്നോ ഒന്നും പറയേണ്ടതില്ല, ഐ എം ഷുവർ എന്ന് തന്നെ പറയാം. അപ്പോൾ ഐ എം ഷുവർ ഹിൽ ബി ഹിയർ സൂൺ, അയാൾ ഉടനെ ഇവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. അഭിപ്രായമാണ് പറയുന്നത്, പക്ഷെ അത്ര ഉറപ്പായതുകൊണ്ടാണ് ഐ എം ഷുവർ എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതിന് പകരം ഐ എം സർട്ടൻ എന്നും പറയാം, അതേ അർത്ഥമാണ്. ഐ എം സർട്ടൻ ഹിൽ ബി ഹിയർ സൂൺ. ഇനി ഒരു അഭിപ്രായം പറഞ്ഞു തുടങ്ങാൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന വേറൊരു ഫ്രേസാണിത്, ഇൻ മൈ ഒപ്പീനിയൻ. നമ്മൾ മലയാളത്തിൽ പറയില്ലേ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന്, അതേ അർത്ഥമാണ്. ഇൻ മൈ ഒപ്പീനിയൻ ദീസ് ഷൂസ് ആർ ഓവർ പ്രൈസ്ഡ്, എൻ്റെ അഭിപ്രായത്തിൽ ഈ ഷൂസിന് അമിത വിലയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇൻ മൈ ഓണസ്റ്റ് ഒപ്പീനിയൻ എന്നും പറയാം. നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ എൻ്റെ സത്യസന്ധമായ അഭിപ്രായം ഇതാണെന്ന്, ആ ഒരു അർത്ഥമാണ് ഇവിടെ കിട്ടുന്നത്. ഇൻ മൈ ഓണസ്റ്റ് ഒപ്പീനിയൻ ദേ ഡിഡ് എ സ്പ്ലെൻഡിഡ് ജോബ്, എൻ്റെ സത്യസന്ധമായ അഭിപ്രായം ഇതാണ്, അവർ ആ ജോലി നന്നായി ചെയ്തു എന്നർത്ഥം. ഇതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടു ബി ഓണസ്റ്റ് എന്ന് പറയാം. ടു ബി ഓണസ്റ്റ് ഐ ഡോണ്ട് ലൈക്ക് ദ വേ ദേ ട്രീറ്റ് അസ്, സത്യസന്ധമായി പറയാനാണെങ്കിൽ അവർ ഞങ്ങളോട് പെരുമാറുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അർത്ഥം. ഇതേ അർത്ഥം കിട്ടാൻ നമുക്ക് വേണമെങ്കിൽ ടു ടെൽ ദ ട്രൂത്ത് എന്ന് പറയാം. അപ്പോൾ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സത്യം പറയാനാണെങ്കിൽ എന്നാണ്. അപ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് ഇഷ്ടമാവണമെന്നില്ല അത്, പക്ഷേ എങ്കിലും നമ്മൾ കാര്യം തുറന്നു പറയാൻ പോവുകയാണ്. ടു ടെൽ ദ ട്രൂത്ത് ദിസ് ഷർട്ട് ഡസൻറ്റ് സൂട്ട് യു, സത്യം പറയാനാണെങ്കിൽ ഈ ഷർട്ട് നിനക്ക് യോജിക്കുന്നില്ല എന്നർത്ഥം. അതുപോലെ ഒരു അഭിപ്രായം പറഞ്ഞു തുടങ്ങാൻ നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്നൊരു ഫ്രേസാണ് ടു മൈ മൈൻഡ്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് ഇങ്ങനെയാണെന്ന് അർത്ഥം. ടു മൈ മൈൻഡ് ദിസ് ഇസ് ജസ്റ്റ് എ വേസ്റ്റ് ഓഫ് ടൈം, എനിക്ക് തോന്നുന്നത് ഇത് വെറുതെ സമയം കളയുന്ന ഒരു കാര്യമാണ് എന്നാണ്. ടു മൈ മൈൻഡിനേക്കാൾ കുറേ കൂടി ഈസി ആയിട്ടുള്ളൊരു ഫ്രേസാണ് ഈ കാണുന്നത്, ടു മീ. ടു മീ ഹെർ ഐഡിയ സൗണ്ട്സ് ഗുഡ്, എനിക്ക് അവളുടെ ഐഡിയ വളരെ നന്നായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ഐ തിങ്ക് എന്നൊക്കെ പറയില്ലേ, അതേ അർത്ഥമാണ് ടു മീ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴും നമുക്ക് കിട്ടിയത്. അടുത്ത ഫ്രേസ് ദ വേ ഐ സീ ഇറ്റ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ എൻ്റെ കാഴ്ചപ്പാടിൽ എന്നൊക്കെ, ഏതാണ്ട് അതേ അർത്ഥമാണ് ഈ ഫ്രേസിനും. ദ വേ ഐ സീ ഇറ്റ് യു ഹവ് മെയ്ഡ് ദ റൈറ്റ് ഡിസിഷൻ, എൻ്റെ കാഴ്ചപ്പാടിൽ നീ ശരിയായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്, എൻ്റെ കാഴ്ചപ്പാടിൽ ദ വേ ഐ സീ ഇറ്റ്. ചിലപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് കേൾക്കുന്നവർ നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കണമെന്നില്ല എന്ന്, എങ്കിലും നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുകയാണ്. അപ്പം അങ്ങനൊരു സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ഫ്രേസാണിത്, ഐ വുഡ് സേ. ഐ വുഡ് സേ ഹി ഓൾവേസ് ഓവർ റിയാക്ട്സ് ടു ക്രിറ്റിസിസം. ഒരു വിമർശനം ഉണ്ടായാൽ എപ്പോഴും അമിതമായി പ്രതികരിക്കുന്ന ആളാണ് അയാളെന്ന് ഞാൻ പറയും. അപ്പോൾ അവിടെ നമ്മുടെ അഭിപ്രായം പറയുകയാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പലർക്കും ഈ അഭിപ്രായത്തോട് യോജിപ്പ് ഉണ്ടാവില്ല എന്ന്, എങ്കിലും നമ്മൾ പറയുകയാണ്. അതുകൊണ്ടാണ് ഐ വുഡ് സേ എന്ന് പറഞ്ഞ് നമ്മളവിടെ തുടങ്ങുന്നത്. ഏതാണ്ട് ഇതേ സാഹചര്യത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ഫ്രേസും, ഇഫ് യു ആസ്ക് മീ. മലയാളത്തിൽ നമ്മൾ പറയില്ലേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ പറയുമെന്ന്. അപ്പോൾ അതിനർത്ഥം നമ്മൾ വളരെ പേഴ്സണലായ നമ്മുടെ മാത്രമായൊരു അഭിപ്രായമാണ് പറയുന്നത്. അതിനോട് ചിലപ്പോൾ ആളുകൾ യോജിക്കാതിരിക്കാം, പക്ഷേ ഇതിവിടെ നമ്മൾ തുറന്നു പറയുകയാണ്. അപ്പോൾ ഇഫ് യു ആസ്ക് മീ ഹി വാസ് ടു റൂഡ്, എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും
അയാൾ വളരെ റൂഡായിരുന്നു, ഒട്ടും പൊളൈറ്റ് അല്ലാതെയാണ് പെരുമാറിയതെന്ന്. പറഞ്ഞെങ്ങനെയാണെന്ന് കണ്ടല്ലോ, ഇഫ് യു ആസ്ക് മീ. അടുത്തതും നമുക്കെല്ലാം പരിചയമുള്ളൊരു ഫ്രേസാണ് അല്ലേ, പേഴ്സണലി സ്പീക്കിംഗ്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നർത്ഥം. എന്നിട്ട് പറയുന്നത് നമ്മുടെ അഭിപ്രായമാണ്. പേഴ്സണലി സ്പീക്കിംഗ്, ദറ്റ് മൂവി വാസ് എ ടോട്ടൽ ഫ്ലോപ്പ്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എൻ്റെ മാത്രം അഭിപ്രായമാണ്, ആ മൂവി ഒരു പരാജയമായിരുന്നു. ഇറ്റ് വാസ് എ ടോട്ടൽ ഫ്ലോപ്പ്. ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്നതാണ് അടുത്ത ഫ്രേസും, സ്പീക്കിംഗ് ഫോർ മൈസെൽഫ്. അപ്പോൾ തീർച്ചയായും നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ് പറയുന്നത്, എങ്കിലും അതവിടെ എടുത്ത് പറയുകയാണ്. അതായത് ഇത് തികച്ചും വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നർത്ഥം. സ്പീക്കിംഗ് ഫോർ മൈസെൽഫ്, ഐ എം റെഡി ടു ക്യാൻസൽ ദ ട്രിപ്പ്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ഇത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെന്നാണ് ഈ പറയുന്നത്. ഇനി വളരെ ഫോർമലായൊരു സിറ്റുവേഷനിലും ഉപയോഗിക്കാവുന്നൊരു ഫ്രേസാണിത്, ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ. അതായത് എൻ്റെ വീക്ഷണകോണിൽ നിന്ന് എന്നർത്ഥം. അതായത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ പറയുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ ഇറ്റ് വാസ് എ ഫ്രൂട്ട്ഫുൾ മീനിങ്. എൻ്റെ കാഴ്ചപ്പാടിൽ അത് വളരെ ഫലവത്തായ ഒരു മീറ്റിംഗ് ആയിരുന്നു എന്നർത്ഥം. അപ്പോൾ മൈ പോയിൻ്റ് ഓഫ് വ്യൂ എന്നതിന് പകരം മൈ പെർസ്പെക്റ്റീവ് എന്നും പറയാം. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ കാണുന്ന ആ ഒരു ആംഗിൾ, നമ്മുടെ വീക്ഷണകോൺ എന്ന് തന്നെയാണ്. ഇതേപോലെ ഫോർമലായിട്ടുള്ള സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യാവുന്നൊരു ഫ്രേസാണ് ഈ കാണുന്നതും. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നർത്ഥം. ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, ലേണിംഗ് ഇംഗ്ലീഷ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ടോ, അപ്പോൾ അവിടെ പറഞ്ഞത് ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് എന്നാണ്. ഈ കാണുന്നതും കുറച്ച് ഫോർമലായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നൊരു ഫ്രേസാണ്. ഇറ്റ് സീംസ് ടു മീ ദാറ്റ്. നമ്മൾ ഐ തിങ്ക് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയില്ലേ, അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. പക്ഷേ ഇത് കുറച്ച് ഫോർമലാണെന്ന് മാത്രം. ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ഷി പെർഫെക്റ്റ്ലി ഫിറ്റ്സ് ദി ജോബ്. എനിക്ക് തോന്നുന്നത് അവൾ ആ ജോലിക്ക് വളരെ അനുയോജ്യയാണ് എന്നാണ്. കണ്ടോ, ഇറ്റ് സീംസ് ടു മീ ദാറ്റ് എന്ന് പറഞ്ഞു. ഇറ്റ് അപ്പിയേഴ്സ് ടു മീ ദാറ്റ് എന്നും പറയാം കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ ഇൻ മൈ പെർസ്പെക്റ്റീവ് എന്നൊരു ഫ്രേസ് കണ്ടില്ലേ, അതേ അർത്ഥം കിട്ടുന്ന മറ്റൊരു ഫ്രേസാണിത്, ഇൻ മൈ വ്യൂ. ഇൻ മൈ വ്യൂ തിങ്സ് വോണ്ട് ചേഞ്ച്. എൻ്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. ഒരു അഭിപ്രായം പറഞ്ഞു തുടങ്ങാൻ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷൻ കൂടെ, അക്കോർഡിംഗ് ടു മീ. അക്കോർഡിംഗ് ടു മീ യു ഷുഡൻറ്റ് ഹാവ് റിസൈൻഡ്. എനിക്ക് തോന്നുന്നത് നീ രാജിവെക്കരുതായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഐ തിങ്ക് എന്നൊക്കെ പറയില്ലേ, അതേ അർത്ഥം തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ എങ്ങനെ പറഞ്ഞു തുടങ്ങിയെന്ന് നോക്കൂ, അക്കോർഡിംഗ് ടു മീ എന്ന്. അങ്ങനെ നമ്മുടെ അഭിപ്രായങ്ങൾ ഇംഗ്ലീഷിൽ പറയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഫ്രേസസ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നമ്മുടെ അഭിപ്രായം ഇങ്ങനെ പറയുന്നതിനിടയ്ക്ക് വേറൊരാളുടെ അഭിപ്രായത്തെക്കുറിച്ച് ചോദിക്കാൻ, അയാൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ചോദിക്കണമെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് കൂടി ഞാനിവിടെ കാണിക്കാം. ആദ്യത്തെ നോക്കൂ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ അബൌട്ട് എന്നും ചോദ്യമാവാം. മറ്റൊരു ചോദ്യമാണ് വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ, എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് തന്നെയാണ് അർത്ഥം, പക്ഷേ ചോദിച്ചത് വേറെ രീതിയിലാണ്. വാട്ട് ആർ യുവർ തോട്ട്സ് ഓൺ സംതിങ് എന്ന് ചോദിക്കാം. മറ്റൊരു രീതി വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട്, അല്ലെങ്കിൽ വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ എന്നൊക്കെ ചോദിക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹെൽപ്ഫുൾ ആവുന്നൊരു ടോപ്പിക്കുമായി ഇനിയും വരാം. അതുവരെ ബൈ.